പയ്യാനത്തോട്ടത്ത് ഉരുൾപൊട്ടലിൽ മരിച്ച റജീനയുടെയും മകൻ ജോസഫിന്റെയും പൊതുദർശനം പൂർത്തിയായി. പയ്യാനത്തോട്ടം സെന്റ് അൽഫോൺസ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. അജിത്ത് ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അജിത്ത്, ചടങ്ങുകൾ തുടങ്ങിയോ? എന്താണ് വിവരം? 3 മണിക്ക് തന്നെ ഇത്തരത്തിൽ ഈ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ പൂർത്തിയായ ശേഷം ഈ നടപടികളെല്ലാം പൂർത്തിയാക്കി സംസ്കാരം പൂർത്തിയാകും. ഏതാണെങ്കിലും ആ നാടിനെ സംബന്ധിച്ച് ഈ പൊതുദർശനത്തിനുൾപ്പെടെ മുഴുവൻ ആളുകളും അവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ അവിടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ വ്യക്തിത്വങ്ങളും എത്തി ആദരമർപ്പിക്കുന്ന സ്ഥിതിയുണ്ടായി. ഒന്നും അറിയാത്ത സമയത്ത് ജീവിതം നഷ്ടപ്പെട്ടു പോയ 2 പേരാണ്. അവരെ സംബന്ധിച്ച് ഇപ്പോൾ അവിടുത്തെ ഓരോ മനുഷ്യരും അവരുടെ ഓർമ്മകളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാര്യങ്ങൾ കൂടി ഇപ്പോൾ നമ്മൾ കേൾക്കാനിടയുണ്ടായി. അതിൽ ആർക്കും മോശമായ ഒരു വാക്ക് പറയാനില്ലാത്ത മനുഷ്യർ സന്തോഷത്തോടെ സമാധാനത്തോടെ ആ നാടിൻ്റെ ജീവിതവുമായി ഇടകിച്ചേർന്ന് ജീവിച്ച മനുഷ്യർ, ആ നാട്ടിലെ വൈകാരിക ബന്ധങ്ങൾ, അവിടുത്തെ പലവിധങ്ങളായ കൂട്ടായ്മകളിൽ ഭാഗമായിരുന്നവർ, അവർക്ക് 2 പേർക്ക് ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു. ഒരു കാരണങ്ങൾ പോലും പറയാതെ, ഒരു യാത്ര പോലും പറയാൻ കഴിയാതെ, ഒരു തരത്തിലുള്ള ഒന്നും അറിയാതെ അവർക്ക് യാത്രയാവേണ്ടി വന്നു. ആ സമയം ആ കുടുംബത്തെ സംബന്ധിച്ച് ഈ സമയവും കടന്നു പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയും. അത്രത്തോളം അവരുടെ ആ വേദന അത്ര വലുതായിരിക്കും. ആ കുടുംബം ആകെ വലിയ തകർച്ചയിലാണ്. അവരെ അറിയുന്നവരെല്ലാം കണ്ണീരോടെ അവിടെ നിൽക്കുന്ന കാഴ്ചയാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ നമുക്ക് ഇത്രയും വൈകാരികമായി ഈ മഴക്കാലത്ത് നമ്മൾ കേട്ട ഒരു വിവരം മറ്റൊന്നുണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. വാർത്ത എന്ന വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു വാർത്തയ്ക്കപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന 2 പേർ, അവർക്ക് ജീവൻ നഷ്ടപ്പെട്ട കാഴ്ചയായാണ് ആ നാട് അതിനെ കാണുന്നത്. അത്രത്തോളം അടുപ്പമുണ്ട്. എല്ലാ കൂട്ടായ്മകളുടെയും ഭാഗമായിരുന്ന മനുഷ്യർക്ക് പെട്ടെന്ന് ഉണ്ടായ മഴയിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ മണ്ണ് കൊണ്ടുപോയത് ആ നാടിൻ്റെ ഭാഗമായ 2 മനുഷ്യരെ ആയിരുന്നു കൂടിയാണ് ഈ സംസ്കാര ചടങ്ങുകളും ഈ അവിടുത്തെ സാഹചര്യങ്ങളും എല്ലാം സൂചിപ്പിക്കുന്നത്. ശരി.